നമസ്കാരം. എല്ലാവരും ഒന്ന് മാതൃഭൂമിക്ക് വേണ്ടി ഞെട്ടിക്കൊടുക്കണം കേട്ടോ. ഒരു ഞെട്ടിക്കുന്ന വാർത്ത. ശശിധരൻ കർത്ത ഇതാ CMRL എക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനും മകൾക്കും ഒരു സേവനവും നൽകാതെ പണം കൊടുത്തു എന്ന് ഇഡിക്ക് മൊഴി നൽകി എന്ന് ഇതാ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് കേട്ട് നിങ്ങളെല്ലാം ഒരു ഞെട്ടലും ഉത്കണ്ഠയും രേഖപ്പെടുത്തണം കേട്ടോ. രാവിലെ മാതൃഭൂമി പൊടുന്നനെ ആകാശത്തുനിന്ന് എന്തോ ഒരു സാധനം കിട്ടിയതുപോലെ എടുത്ത് പുറത്തേക്ക് വിടുകയാണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, പാറ്റാ സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ MPമാരാണ്, DYFI ആണ്, SFI ആണ് തുടങ്ങിയ സംഘടനകളെല്ലാം അതിൻ്റെ പിന്നിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രതിരോധത്തിലാക്കാൻ നമ്മൾക്ക് എന്തേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന ടൂളേ ഉള്ളൂ. അതിലൂടെ ഇതാ ശശിധരൻ കർത്ത ഒരു മൊഴി കൊടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയൊന്ന് കണ്ടേ. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഈ നിമിഷം പോകുന്നത്. ഏറ്റവും വലിയ വാർത്ത അതാ കുരുക്കായി മാറുന്ന മൊഴി വിവരങ്ങളാണ് പറയുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായി മാറുകയാണ് ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയത് എന്നാണ് മൊഴി. വീണ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും ശശിധരൻ കർത്ത പറയുന്നു. ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് എന്നതാണ്. വീണയ്ക്കും പിണറായി വിജയനും പണം നൽകിയത്, അതായത് ഒരു സേവനവും നൽകിയിട്ടില്ല, ഇരുവരുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന മൊഴിയാണ് ശശിധരൻ കർത്തയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വീണയുടെ കമ്പനി എക്സാലോജിക് അത് CMRL നൽകിയ സേവനം, അതിനാണ് ഈ പണം നൽകിയത് എന്ന് പറഞ്ഞായിരുന്നു ഇതുവരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾ. പക്ഷേ അത് അപ്പാടെ പൊളിഞ്ഞു വീഴുകയാണ്. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ തന്നെ വ്യക്തമാക്കുകയാണ്, എക്സാലോജിക്ക് ഒരു തരത്തിലുമുള്ള സേവനങ്ങളും CMRLന് നൽകിയിട്ടില്ല. പിണറായിയുമായുള്ള ബന്ധത്തിന്റെ അല്ലെങ്കിൽ അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും വീണയുടെ കമ്പനിക്കും പണം നൽകിയത് എന്നാണ് ശശിധരൻ കർത്തയുടെ മൊഴി. ഒരു സേവനവും എക്സാലോജിക് എന്ന കമ്പനി ഒരു സേവനവും CMRLന് നൽകിയിട്ടില്ല എന്ന ശശിധരൻ കർത്തയുടെ മൊഴിയിലൂടെ വ്യക്തമാവുകയാണ്. കുറെ ഞെട്ടിയതാണ് സാറേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്യും, അത്രയും നമുക്ക് പറയാനുള്ളൂ. എന്തായാലും കുറെ ഞെട്ടിയത് കൊണ്ട് ഒരു കാര്യം പറയുന്നത്, എക്സാലോജിക്കും CMRLുമായിട്ടുള്ള ഈ ഒരു കരാറിനെ സംബന്ധിച്ച് എത്ര കാലമായിട്ടാണ് ED അന്വേഷിക്കുന്നത്? ആരെങ്കിലും ഇതുവരെ വീണയെ പിടിക്കരുതെന്നോ പിണറായിയെ പിടിക്കരുതെന്നോ നിങ്ങളെ കയ്യെ പിടിച്ച് വെച്ചിരുന്നോ? അതൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കൂടെ കൂടെ ഒരു വാർത്ത ഞെട്ടിക്കണമെന്ന തരത്തിൽ നിങ്ങളുടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ചർച്ചകൾ വഴിമാറ്റാൻ വേണ്ടി ഓരോ തന്ത്രം പ്രയോഗിക്കും. ഇപ്പോൾ ഈ പാറ്റാ വിപ്ലവം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി നിൽക്കുന്നത് കൊണ്ട് അതിനെ വഴിതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു കഥ അങ്ങ് പുറത്തേക്ക് വിട്ടാൽ ഈ കഥ അങ്ങ് ചർച്ചയാക്കി മതിയല്ലോ, ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം അങ്ങ് താഴ്ന്നു പോകണമല്ലോ. അതുകൊണ്ട് പാറ്റാ വിപ്ലവത്തിന്റെ ചർച്ച കേരളത്തിലെ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ വികാരമുണ്ടാക്കുന്ന വിഷയത്തെ മാറ്റിവിടാൻ വേണ്ടി നിങ്ങൾ EDയുമായിട്ടല്ല, സംഘപരിവാർ ഇപ്പോൾ ഓഫർ ചെയ്ത പണം ഉണ്ടല്ലോ, നെഗറ്റീവ് വാർത്തകൾ സൃഷ്ടിച്ചാൽ ഇഷ്ടംപോലെ മുതലാളിക്ക് കിട്ടുമെന്ന്. ആ മുതലാളി പൈസ മേടിക്കാൻ വേണ്ടി ഇമാതിരി ഊള വാർത്തകൾ സൃഷ്ടിച്ചാൽ, അതായത് ശശിധരൻ കർത്തയ്ക്ക് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? പിണറായി വിജയനും ശശിധരൻ കർത്തയും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്തെങ്കിലും തെളിവ് പുറത്തേക്ക് വിടും. നാക്കുകൊണ്ടുള്ള ഡയലോഗോ അല്ലെങ്കിൽ മൊഴി എന്ന പേരിലൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സമൂഹത്തിനിടയിൽ ശരിയായി പ്രവർത്തിക്കുന്ന മനുഷ്യർക്കെതിരെ നിങ്ങൾ കള്ളക്കഥ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയതിനു ശേഷം ഏത് കേസിലാണ്? അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസിൽ ഏതെങ്കിലും കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചോ? എന്തൊരു മാധ്യമ കഥയാണ് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇറക്കിവിട്ടത്? അതുപോലെ തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ ഇന്ത്യയിൽ പ്രതിപക്ഷ കക്ഷിയായിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭരണമുണ്ടായിരുന്ന എല്ലായിടത്തും നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കുറെ തെമ്മാടി മുതലാളിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമാതിരിയുള്ള നുണകൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് ഞെട്ടാൻ ഈ നാട്ടിലെ സംഘികളും ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനം എന്ന പണി ചെയ്യുന്ന ഊളകളും മാത്രം തയ്യാറായാൽ മതി. ഇനി ഇത് കേട്ട് ഞെട്ടാൻ തൽക്കാലം കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല. ഒരു വലിയ സമരത്തിന്റെ പിന്നിൽ ഇടതുപക്ഷം അണിനിരക്കുകയും കേരളം അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആ വിഷയത്തിൽ നിന്ന് മാറി കേരളത്തിലെ ചർച്ച വഴിമാറ്റാൻ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു വാർത്ത EDയിലൂടെ കൊടുത്താൽ അത് വലിയ ചർച്ചയാക്കി കേരളത്തിന്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ നമുക്ക് വലിയ മാറ്റമുണ്ടാക്കാം എന്ന് കരുതുന്നിടത്ത് നിങ്ങളെപ്പോലെ ഏറ്റവും കാപട്യമായിട്ടുള്ള സംഘപരിവാറുകാരെ നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം ഇടതുപക്ഷത്തിന്റെ തലപ്പൊക്കമുള്ള നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുക, വാർത്തകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വിശ്വാസ്യത തകർക്കുക. ഇതൊക്കെ ഇനി അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയന്റെ മകൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ EDക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് കാണിക്കൂ. അല്ലാതെ
ഇമാതിരി വാർത്താ നമ്പറുകളുമായിട്ടും പണം കൊടുത്തിട്ട് എല്ലായിടത്തും നമ്മൾ നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാക്കി ചർച്ചകൾ വഴിതിരിക്കാനുള്ള ഈ തന്ത്രം കൈ വെച്ചാൽ മതി എന്നാണ് കേരള സമൂഹത്തിന് പറയാനുള്ളത്.